എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ഇളനീരൊക്കെ ആയിട്ടാണ് വന്നത്. അതുപോലെ കത്തിയുണ്ട്. അപ്പോൾ ഈ ഇളനീരിനെ പറ്റിയുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പലർക്കും അറിയില്ല ഈ ഒരു കാര്യം. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു വളരെ ഇളയ ഇളനീരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിരട്ടയൊന്നും നന്നായിട്ട് ഉറച്ചിട്ടില്ല. ഇവിടെ ഈ ഭാഗം ഉറച്ചിട്ടില്ല, ബാക്കിയുള്ള ഭാഗമൊക്കെ ഉറച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ കുറച്ചും കൂടി ഇളയത് കിട്ടും, ഈ പ്രാവശ്യം ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇളയ ഒരു ഇളനീര് കിട്ടി. അപ്പോൾ അത് തിന്നുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇതൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു കണ്ണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഇളനീരിൻ്റെ കണ്ണിൻ്റെ ഭാഗം, ഇത് വളരെ ഇളയത് ഉണ്ടാവും. അങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ തൊടുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ പൊട്ടും. ഇതാ കണ്ടോ, ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് തന്നെ പൊട്ടും. ഈ പൊട്ടി കിട്ടിയാൽ നമുക്ക് കഴിക്കാം, നല്ല സുഖമായിട്ട് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. ചിരട്ട ഉറയ്ക്കാത്തതാണ്. അപ്പോൾ ഈ ഇളയ ഉറയ്ക്കാത്ത ചിരട്ട ഉണ്ടല്ലോ നമുക്ക് കഴിക്കാം. അതിനകത്ത് കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള എല്ലാ മിനറൽസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ കുരുന്നായിട്ടുള്ള ഇളനീര് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ചിരട്ട നിങ്ങൾ ഒരിക്കലും കളയരുത്. ആ ചിരട്ട നിങ്ങൾ കഴിക്കണം. നമുക്ക് ചവച്ചരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് കഴിക്കാം. ഈ ഒരു അറിവ് പലർക്കും അറിയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഇത് കഴിച്ചിട്ടുണ്ട്. അച്ഛൻ തേങ്ങ പറിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഇളനീര് പറിക്കും. അപ്പോൾ ഇളനീര് പറിക്കുമ്പോൾ ഇതുപോലെ ഇളയതൊക്കെ ആണെങ്കിൽ നമ്മളതിൻ്റെ ചിരട്ട കഴിക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് എടുക്കും. അപ്പോൾ ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ കമത്തിയാൽ മതി. അപ്പോൾ ഈ വെള്ളം മാറ്റാം. നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ. അപ്പം വെള്ളം ഞാൻ മാറ്റി കേട്ടോ. ഇനി ഈ ചിരട്ട നോക്കിക്കോളൂ. ഇതിങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് ഇളയതായതുകൊണ്ട് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാം. എന്നിട്ട് ഈ ചകിരിയുടെ ഭാഗം നീക്കം ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ കഴിക്കാം. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും. നന്നായിട്ട് ഇങ്ങനെ കഴിച്ച് ചവച്ച് കഴിക്കാം. അപ്പം ഞാൻ ക്ലോസപ്പ് കാണിക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഇത് വളരെ ഇളയതാണ്, കണ്ടില്ലേ? ഇതിങ്ങനെ കഴിക്കാം. ഈ ചിരട്ട ഒരിക്കലും നമ്മൾ കളയരുത്, ഇങ്ങനെ കഴിക്കാം. ഇളയ ഭാഗം മാത്രമേ കഴിക്കാൻ പറ്റൂ കേട്ടോ. ഉറച്ചു പോയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. കണ്ടോ, അതിനകത്ത് കാമ്പ് കുറവായിരിക്കും. അപ്പം താഴോട്ട് പോകുന്നതോറും ഉറച്ചിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അല്ലാത്ത ഇളയ ഭാഗം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് ഈ കണ്ണിൻ്റെ ഭാഗമാണ്, തീരെ ഉറച്ചിട്ടില്ല. കണ്ടോ, ആ ചിരട്ട തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. കണ്ടില്ലേ? ഇത് നമുക്ക് കഴിക്കാം. ഇളനീരിൽ ഒരുപാട് മിനറൽസും പോഷക ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി, കെ ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ ഇങ്ങനെയുള്ള ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. പൊട്ടാസ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് മഗ്നീഷ്യം, അതുപോലെ എന്താ പറയുക, സെലീനിയം, അങ്ങനെയുള്ള ഒരുപാട് മിനറൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കും. അപ്പോൾ സുഖമായിട്ട് നമുക്കിങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കളയരുത്, കഴിക്കാം. പിന്നെ ഇതിനകത്തുള്ള കാമ്പ്, ഇതിനകത്തുള്ള ഫ്ലഷി പാർട്ട്, അത് ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതൊരിക്കലും ഒഴിവാക്കരുത്, നിങ്ങൾ കഴിക്കണം. ഇളനീര് വാങ്ങിയിട്ട് ഞാൻ പലരും കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇളനീര് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ടങ്ങ് കളയും. അങ്ങനെ കളയരുത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷി പാർട്ട് അവരോട് എടുത്തു തരാൻ പറഞ്ഞാൽ അവരെടുത്തു തരും. എടുത്ത് തന്നിട്ട് നമ്മൾ മുഴുവനായിട്ട്
ഇതിൻ്റെ ഈ ഫ്ലഷ് മുഴുവനായിട്ട് കഴിക്കണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഇതുപോലെ ബേക്കറി സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഞങ്ങൾക്ക് ആകപ്പാടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ പഴം. എപ്പോഴും പഴം ഉണ്ടാവും. പിന്നെ അവില്, പിന്നെ അതുപോലെ ശർക്കര, തേങ്ങ, ഇളനീര്, പിന്നെ ഉള്ളത് ഈത്തപ്പഴമാണ്. അന്ന് കൊപ്രയൊക്കെ വിറ്റ് വരുമ്പോൾ അച്ഛൻ ഈത്തപ്പഴം മേടിച്ചുകൊണ്ട് വരും. ഈത്തപ്പഴം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്തെ സ്നാക്സ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുത്ത് ശീലിപ്പിച്ച് പഴം, ശർക്കര, തേങ്ങ, ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് വേണമെങ്കിൽ ശർക്കര പാവ് കാച്ചിട്ട് അതിനകത്ത് തേങ്ങ ചിരകിയിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഉണ്ടയാക്കി വെച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അത്. അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഈ ഇളനീരിൻ്റെ വെള്ളവും ഇതിനകത്ത് കാമ്പുണ്ടല്ലോ, ഈ കാമ്പും കൂടെ ജ്യൂസായിട്ട് അടിക്കാം. ഇളനീർ ജ്യൂസ്, അതാണ് നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഇളനീർ ജ്യൂസ്. അങ്ങനെ ഇളനീർ ജ്യൂസായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. അങ്ങനെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ചെറുപ്പത്തിലേ കൊടുക്കാൻ ശീലിക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് കഴിക്കണം എന്നുണ്ടാവില്ല പിന്നെ കുട്ടികൾക്ക്. എപ്പോഴും നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ കുട്ടികൾക്ക് ആ ഒരു ശീലം വരുന്നത്. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എങ്കിലും നമുക്ക് ഇളനീരൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുക. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഈ ഒരു പ്രായത്തിലും നമുക്ക് അത്യാവശ്യം ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആരോഗ്യം. അത് കുട്ടികൾക്കും ആ ഒരു ശീലം വളർത്തുക. കാമ്പൊക്കെ കഴിച്ചു. ഇനി നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അറിവുണ്ടല്ലോ, എന്താ പറയുക, ഈ ചിരട്ട കഴിക്കാം എന്നുള്ള ഈ ഒരു അറിവുണ്ടല്ലോ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഇളയ ചിരട്ട. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇളനീര് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇളനീര് കഴിക്കും, ഇതിൻ്റെ തൊണ്ടങ്ങ് കളയുക ചെയ്യുക. ഒരിക്കലും കളയരുത്. അതിനുള്ളിലുള്ള ഫ്ലഷി പാർട്ട് നിങ്ങൾ കഴിക്കണം. പിന്നെ ചിരട്ട ഇളയതാണെങ്കിൽ അത് മുറിച്ചിട്ട് കംപ്ലീറ്റ് കഴിക്കണം. അത് ഏറ്റവും നല്ല കാൽഷ്യം സപ്ലിമെൻ്റാണ്. ഇനി ഇളനീര് വാങ്ങുമ്പോൾ ഓർമ്മിക്കണം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ കേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഇളനീര്, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവർ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ശീലിക്കട്ടെ. കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ റീജുവനേഷൻ നടക്കും അല്ലേ. നശിച്ച സെൽസിനെയൊക്കെ റീജുവനേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ പഴങ്ങളും ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. അതുപോലെ ഈ ബേക്കറി സാധനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. നാട്ടുപുറത്തുള്ളവർക്ക് ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകളേക്കാൾ ആരോഗ്യം കൂടുന്നതിൻ്റെ രഹസ്യം ഇതാണ് കേട്ടോ. ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള നാച്ചുറൽ ഫുഡ്സ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടുപുറത്തുള്ള ആൾക്കാർ. അപ്പോൾ അതാണ് ഞങ്ങളുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ആരോഗ്യം വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെ തിളങ്ങും. ശരിക്കും സ്കിന്നിനൊന്നും നമ്മൾ പ്രായമാകുമ്പോഴുള്ള ചുളിവുകളൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. അതാണ് നാച്ചുറൽ ഫുഡ് കഴിച്ചാലുള്ള ഗുണമാണ്. നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ അവയവങ്ങളും നമ്മളെന്നും ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റും. ഒരുപാട് ചെറുപ്പമാവും, നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇനി എന്താ പറയുക, ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.